ഇതാണ് വീട്. എങ്ങനുണ്ട്? കൊള്ളാം, നല്ല സൗകര്യമുള്ള വീട്, എനിക്കിഷ്ടമായി. എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാൻ പറയാം. മാഷ മുറിയാൻ കാണിച്ചത്. തമാശ പറഞ്ഞ പിടിച്ചില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാഷക്ക് ഞാൻ ഈ മുറി തരൂല. ആ മുറി മാഷക്ക് ഇഷ്ടാവും. മനസ്സിലിരിപ്പുള്ള ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ. രാത്രിയിൽ നേർത്ത നിലാവെളിച്ചം. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും. ദുഃഖങ്ങളെല്ലാം ഓടി മാറി പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും. ദാ നോക്കു മാഷേ. അല്ല വയലില്ലെങ്കിലും വെയിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ മുറി ഞാൻ മാഷക്ക് തരൂല്ല. മാഷയുടെ മുറി ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് മാഷയുടെ മുറി. ഏകാന്തതയുടെ മാഷേ, കൂടുതൽ വർണ്ണന വേണ്ട, ഞാൻ തന്നെ കയറി നോക്കിക്കോളൂ. അയ്യേ, ഇത് റൂമാണോ? മനുഷ്യനെങ്ങനെ ഇതിനകത്ത് ഉറങ്ങും? അതുകൊണ്ടല്ലേ മാഷക്ക് വന്നത്. അവിടെ മുഴുവൻ ചെലന്തി വിലയാണ്. അതെ. ലൈറ്റ് ഇല്ല, ഇല്ല, ഫാൻ ഇല്ല. ഓ അവിടെ കൈതാൻ ഫാൻ. ഹാജിയോട് പറ കിടക്കവർ AC ഫിറ്റ് ചെയ്ത് തരാൻ. 300 രൂപ ശമ്പളക്കാരെ AC കിടന്ന് ഉറങ്ങും. ഇയാളാരാ? ഹൈദരാബാദ് നൈസാമോ? ശക്തിഹസ്തം രൂപാക്ഷം ശിവാഹം ഷടാനം ദാരുണം വിലോകാഗ്നം ഭാവേ രക്ഷിക്കണേ. എന്താ ഇത്? അഹമ്മദ് നിർത്താൻ. അഹമ്മദിയല്ല, ഇത് തേങ്ങ. അത് മനസ്സിലായി. അമ്പലത്തിൽ പിന്നെ തേങ്ങ അല്ലാതെ മാങ്ങ ഉടയ്ക്ക. മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം. പൊതുവിജ്ഞാനം തീരെ ഇല്ലല്ലേ? മാറ് മാറ്. അയ്യോ ഉടയ്ക്കരുത്. എന്റെ പണി കളയരുത്. ആ നാളികേരം ഞാൻ ഉടച്ചോളാം. അത് ശരി, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം. തന്റെ പ്ലാൻ കൊള്ളാം. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം. അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ. കുറുപ്പത്ത് വീട്ടുകാരും കാര്യസ്ഥനായ ഈ ഞാനും നാട്ടുകാരും അത് പൊറുക്കില്ല. എന്താചാരം? കുറുപ്പത്തെ കുടുംബോംഗ ക്ഷേത്രമാണിത്. ഇന്ന് തൃക്കാർത്തിക നാളും. ഈ നാളിൽ കുറുപ്പത്ത് തറവാട്ടിലെ ഒരു കന്യക വന്ന് വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല. അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല്. ഇതറിയില്ലേ? കുറുപ്പത്തെ കന്യയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. അവിടെ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ലിസ്റ്റും ഒന്നും ഉണ്ടാക്കരുതേ പ്ലീസ്. അയ്യോ ഗൗരി കുഞ്ഞി, പറയ, ആരാണവൻ? മുറ തെറ്റിച്ചവൻ ആരാണെന്ന് അറിയില്ല. അറിയില്ലേ? പിന്നെ എന്തിനാ നിന്റെയൊക്കെ സേവനം? നിഷേധി, പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനില്ല അവനെ. എന്തോ വാശിക്കെന്ന പോലെ തർക്കുത്തരം പറഞ്ഞ് തേങ്ങ അടിച്ച് കടന്നു കളഞ്ഞതാണ്. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാവാൻ വഴിയുണ്ട്. തറവാടിന്റെ തായ്വേര് മുറിക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാവാം. തീര അവനാരാണെന്നറിഞ്ഞാൽ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം. കാരണവന്മാരുടെ കാലം മുതലുള്ള ആചാരമാണ് മുടങ്ങിയത്. പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. പ്രശ്നം വെക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യ. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി.
ആയിഷ ആയിഷ ആഹാ ഇക്കയോ? എവിടെ മൂസാക്ക വിളിക്കേ? എന്താ കാര്യം? പ്രായം കൊണ്ട് മൂപ്പില്ലെങ്കിലും താനം കൊണ്ട് ഞമ്മളാ ബലത് പറഞ്ഞേക്കാൻ എന്റെ കെട്ടിയവനോട്. ഞമ്മക്കൊന്നും പൊടി കിട്ടണില്ല. കാര്യം എന്താച്ചാ പറ. ഞമ്മക്ക് പറയണം എന്റെ മോൻ എന്ത് തെറ്റേ ചെയ്തതെന്ന്, എന്തിനാ അവന്റെ കരണത്തടിച്ച് പുറത്താക്കിയെന്ന്. ആരാ അവിടെ? വീരാൻകുട്ടി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളോട് പറയാം. ഈരിപ്പോ പറയാൻ എന്തിരിക്കുന്നത്? നിങ്ങൾക്ക് കൂടി അറിയാവുന്ന കാര്യല്ലേ. ഓനൊരു തെറ്റ് ചെയ്തു എന്നും വെച്ച് സസ്പെൻസിൽ നിർത്തുകയെന്ന് വെച്ചാലേ അതിന്റെ നാണക്കേടുക്കാൻ കൂടിയല്ലേ. ഇത് ചോദിച്ച് വീരാൻകുട്ടി എന്തേ വരാത്തതെന്ന് ആലോചിക്കുകയായിരുന്നു നമ്മള്. റഹീമിനോട് നമ്മൾ അന്നേ പറഞ്ഞതാ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ജോലിക്കാരൻ. അല്ലേലും ഓൻ ഇവിടുത്തെ സ്വന്തം കുട്ടി തന്നെയല്ലേ. മോന്റെ ജോലിക്കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നിങ്ങളിത് പറയാൻ തക്കണോ ഓൻ എന്ത് തെറ്റാ ചെയ്തേ? ഓനോട് തന്നെ ചോദിക്ക്, പറഞ്ഞുതരും. വീരാൻകുട്ടി എന്താ ബിസിനസ് എല്ലാം ഓനെ ഏൽപ്പിക്കാത്തെ? ബിസിനസ് പൊളിയും അല്ലേ? ആദ്യം സ്വഭാവ ഗുണം ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് മതി ജോലി. മുസാക്ക, ഈ പറയണ സ്വഭാവ ഗുണമൊന്നുമില്ലാത്ത കുടുംബത്തിന് തന്നെയാ നിങ്ങൾ നിക്കാതെ കഴിച്ചിരിക്കണേ. കുറച്ച് പണം ഉണ്ടായിന്ന് കരുതി പയ്യൻ നിങ്ങളെ മറക്കണ്ട. എന്റെ മോന്റെ ജോലി പോവല്ലോ എന്ന് കരുതിയല്ല നിങ്ങളെ കാല് പിടിക്കാൻ വന്നത്. ബന്ധങ്ങൾ നിലനിൽക്കണല്ലോ എന്ന് കരുതിയാ. ഐസ, നമ്മളിനി പടി ചവിട്ടൂല. തൃപ്തിയായില്ലേ? തെണ്ടിത്തിരിഞ്ഞാടുന്നവനെ വിളിച്ച് പണി കൊടുത്തതിന്റെ ഫലം കിട്ടിയില്ലേ? കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറവുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ, ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. മാഷിനോടല്ല, കുഞ്ഞാലിക്കുട്ടി മാഷിനോടാ ചോദിച്ചത്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ, മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ആ. ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കോളാൻ. കുറ്റം പറയല്ലാതെ ഉണ്ണുന്നതിൽ കുറവൊന്നും ആ കാണുന്നില്ലല്ലോ. കാന്താരി കൂടെ ഉണ്ടായിരുന്നോ? ഇതെന്റെ മോളാ മാഷെ. ശോഭന. മൂത്തത് മകനാ, സുമാരൻ. അവനങ്ങ് പട്ടാളത്തിലാ. ദോ ഇരിക്കുന്നു. അത് മുരുകനല്ലേ? ആണോ? ആ സുമാരൻ. ദോ ഇരിക്കുന്നു. എന്തൊരു റൗഡി അല്ല പ്രൗഡി. മോന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി? അതങ്ങ് ഉറപ്പിച്ചു. സുമാരനാണെ പെണ്ണ് സുന്ദരിയായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം, പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും പാടില്ല. ഇതൊക്കെയാ കണ്ടീഷൻ. എവിടെ നിന്ന് കിട്ടാൻ? എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഉം. അതാവുമ്പോ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉം. അവൻ ലീവിന് വന്നാ ഉടനെ നടത്താനിരിക്കുക. ആ മീൻ പൊരിച്ചിങ്ങോട്ട് വെച്ചേ. ശോഭന പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. പിന്നെ SSLC ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്കായിരുന്നു. ഇപ്പൊ റാങ്കിന് വേണ്ടി മീൻ പൊരിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാ. എന്തായാലും ഡ്രിൽ മാഷിനെക്കാളും പഠിപ്പുണ്ട്. വെറുതെ അല്ല, അലിയാര് ഭാഷ പെണ്ണിന് കണ്ണെടുത്താ കണ്ടുകൂടാത്ത. കണ്ണെടുത്താ പിന്നെ എങ്ങനെ കാണും കണ്ണൻ നായര്? തമാശ. ഒരു ദിവസം മാഷ് അറിയാതെ ഉണ്ണുന്ന ചോറിൽ വിഷം വെക്കുന്ന അവൾ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകം വെക്കണോ? ദിവസവും കഴിച്ചോണ്ടിരിക്കുകയല്ലേ. അത് മാഷ് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം.